ഫെൽക്കിറ്റിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് UVW ടെസ്റ്റർ. ഇതിപ്പോൾ പല ആൾക്കാർക്കും ഒരു പരിചയമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും UVW ടെസ്റ്റർ. ആദ്യം ഇതിന്റെ ഉപകാരം എന്താണെന്ന് പറയാം. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന മിക്ക ഡിവൈസുകളും മോട്ടോറുള്ള ഡിവൈസുകളെല്ലാം BLDC സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളമടിക്കുന്ന പമ്പ്, ഇൻവെർട്ടർ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഡിവൈസ് എല്ലാം BLDC സിസ്റ്റമാണ്. ഇത്തരം BLDC സിസ്റ്റങ്ങൾ അതിന്റെ മോട്ടോറിലേക്ക് നൽകപ്പെടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് UVW സിഗ്നലുകളാണ്. ആ UVW സിഗ്നൽ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് എല്ലാ ഡിവൈസിലും ചെക്ക് ചെയ്യൽ പോസിബിൾ അല്ല. ഉദാഹരണത്തിന് ഇൻവെർട്ടർ ACയിലുള്ള ആ സിഗ്നലിനെ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ കംപ്രസർ ഇല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം, ഒരു 10-20 സെക്കൻഡ് സമയത്തേക്ക് മാത്രമേ ആ സിഗ്നൽ അവിടെ വരുള്ളൂ. അപ്പോഴേക്കും ആ സിഗ്നൽ ഇല്ലാതായി പോകും. അപ്പൊ ആ സിഗ്നൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് UVW ടെസ്റ്റർ എന്ന് പറയുന്നത്. 6 LED ഉൾക്കൊള്ളുന്ന ഈ ഒരു ഡിവൈസ്. ഈ ഡിവൈസ് എങ്ങനെ നമുക്ക് സ്വയം നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ചുരുങ്ങിയ ചെലവിൽ, ഒരു 20 രൂപയിൽ താഴെ ചെലവിൽ മാത്രം നമുക്ക് ഇതിനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. നമുക്ക് UVW ടെസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടത് 6 LED 6 LED 3 LED ഒരു ടൈപ്പ് കളറും 3 LED മറ്റൊരു ടൈപ്പ് കളറും എടുക്കുകയാണെങ്കിൽ ഏറെ നല്ലത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. 3 LED റെഡും 3 LED ബ്ലൂ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 22K ഹാഫ് വാട്ട് റെസിസ്റ്റർ, അതൊരു 3 എണ്ണം വേണം. അതുകൂടാതെ വേണ്ടത് ക്രൊക്കഡൈൽ ക്ലിപ്പ്. നമുക്കിതിങ്ങനെ വയറിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രൊക്കഡൈൽ ക്ലിപ്പ്. പിന്നെ വയർ ആവശ്യത്തിന് ഒരു 3 വയറാണ് നമുക്ക് വേണ്ടി വരിക. ഇതുപോലെ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 വയറുകൾ. ഇത്രയും സ്പെയറുകളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിന്റെ കണക്ഷൻ കൂടി ഒന്ന് നോക്കാം. ഇതിന്റെ സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഇതിൽ ആകെയുള്ളത് 2 LED പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടി ഷോർട്ട് ചെയ്തു 2 ഏരിയയിലും. അങ്ങനെ 3 സെറ്റ് ഉണ്ടാക്കി വെച്ചു. ഈ സെറ്റിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ജോയിൻ ചെയ്തു. ഒരു സൈഡിൽ നിന്ന് 22K റെസിസ്റ്ററുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് ഇട്ട് കൊടുത്തു. ഇത്ര മാത്രമേ ഈ സർക്യൂട്ട് ഉള്ളൂ. നമുക്കിതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതുപോലെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് അത് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ജോയിൻ ചെയ്യുന്ന LED 2 LED അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും ആയിട്ട് അങ്ങനെ ജോയിൻ ചെയ്യാം. എന്നാൽ നമുക്കത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിക്കോളും നമ്മുടെ സർക്യൂട്ട്. ഞാനിവിടെ ബ്ലൂ LED എന്നൊക്കെ ചെക്ക് ചെയ്ത് ഇവിടെയും വെച്ചിട്ടുണ്ട്, റെഡ് LED ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു ബ്ലൂ LED എടുത്തു, ഒരു റെഡ് LED എടുക്കാം. ഈ ബ്ലൂ LED റെഡ് LED ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിന്റെ കാലിന്റെ വലിപ്പമൊക്കെ കുറച്ച് വെട്ടി ചെറുതാക്കുകയാണ്. ചെറിയ കാലാക്കിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഇത്രയും മാത്രം കാല ആവശ്യമുള്ളൂ. ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ മേഖലയിലേക്ക് സോൾഡറിംഗ് ഒക്കെ ചെയ്ത് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടൊക്കെ കട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ ഇതിലൊന്ന് ഉറപ്പിച്ച് വെച്ചു, നമുക്ക് സോൾഡർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അടുത്തത് ഈ LED കാല് അതുപോലെ ലെങ്ത് ഒന്ന് കുറച്ചിട്ട് കട്ട് ചെയ്യാണ്. ഒന്ന് ബെൻഡാക്കിയിട്ട് വെക്കുക ആദ്യം, എന്നിട്ട് ലെങ്ത് കുറച്ച് കട്ട് ചെയ്ത് വെക്കുക. എല്ലാ LED ഇതേ സൈസിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ബ്ലൂ LED നമ്മൾ ഈ ക്ലിപ്പിൽ ഉറപ്പിച്ചു. ബ്ലൂ LED പോസിറ്റീവ് കാലാണ് ഈ കാണുന്നത്, ഇത് നെഗറ്റീവ്. നമുക്ക് തിരിച്ചറിയാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു കാണുന്നില്ല, ഇതില് ഈ ഭാഗത്ത് ചെറിയൊരു പ്ലേറ്റും ഈ ഭാഗത്ത് വലിയ പ്ലേറ്റോ വരുന്നത്. വലിയ പ്ലേറ്റ് വരുന്നത് അതിന്റെ നെഗറ്റീവ് ആണ്, ചെറിയ പ്ലേറ്റ് വരുന്നത് അതിന്റെ പോസിറ്റീവ്. അപ്പൊ ഇതിവിടെ വെച്ചു. ഞാൻ ഇതിന്റെ പോസിറ്റീവ് ഈ സൈഡിലാണ്. ആ സൈഡിലേക്ക്, ആ പോസിറ്റീവിലേക്ക് ഈ LED നെഗറ്റീവ് വരുന്ന തരത്തിലാക്കി സെറ്റ് ചെയ്യണം. അപ്പൊ കാല് വളച്ച് നേരെ ഓപ്പോസിറ്റിലേക്ക് വളച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സോൾഡർ ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന് സോൾഡർ ചെയ്യുമ്പോൾ ഇവിടെ LED പോസിറ്റീവ് സൂം ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ ഈ LED നെഗറ്റീവ് ആണ്, ഇവിടെ ഈ LED പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഞാൻ സോൾഡർ ചെയ്യാൻ പാകത്തിന് ഈ ക്ലിപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിന്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ലെഡൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോൾഡർ ചെയ്യാം. സോൾഡറിങ് കുറച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാലിൻ്റെ കാലൊന്ന് നീളം കൂട്ടിയാൽ മതി. LED കാലുകളൊക്കെ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം നീറ്റായിട്ട് സോൾഡർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ
സോൾഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാലൊക്കെ നമ്മൾ സോൾഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് LED നമുക്കിവിടെ റെഡിയായി, ഒരു ജോഡി LED റെഡിയായി. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ ഇടുക. എന്നിട്ട് ഇവിടെ കണ്ടോ ഒരു പ്രോബ് ഇവിടെയും വെച്ച് ചെക്ക് ചെയ്തു. ഇപ്പോൾ റെഡ് കത്തി. ഇനി അടുത്തത് ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലൂ കത്തി. ഇത് പ്രോബ് മാറ്റി കൊടുക്കുമ്പോൾ ഒരു ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ ഒരു LED, അടുത്ത ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ മറ്റൊരു LED. അങ്ങനെ അത് കത്തിയിരിക്കണം. അപ്പോൾ അത് ഓക്കെയാണ്, നമ്മൾ കണക്ഷൻ ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതിനെ ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത ജോഡി ഇതേപോലെ ചെയ്തെടുക്കുക. അങ്ങനെ 2 ജോഡികൾ ഇനി ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ 3 സെറ്റ് LED റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെറ്റ് LED ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കുക. ഇല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ പണിയെടുത്തിട്ട് വേസ്റ്റ് ആയി പോവില്ലേ. ഈ പണിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന കട്ട് ചെയ്യുന്ന കാലുകളില്ലേ, LED കാല് പീസുകളൊക്കെ, അത് വേറെ എടുത്തു വെക്കുക കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി വേണ്ടത് ഈ LED ഓരോന്നിൻ്റെയും, ഇപ്പോൾ ഇതിന് ഇവിടെ ഒരു കോമൺ കാല്, ഇതിനൊരു കോമൺ കാല്, ഇങ്ങനെ കോമൺ കാല്, താഴെയും കാലുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തെ എല്ലാ കാലുകളും തമ്മിൽ കൂട്ടി ഷോർട്ട് ചെയ്യണം. അത് നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ അറേഞ്ച് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ LED ഇവിടെ നമ്മൾ ഈ കമ്പിയിൽ കയറ്റി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പുതിയൊരു കമ്പി, ചെറിയൊരു ലെഗിൻ്റെ പീസ് ഉണ്ട്. ഈ ലെഗിൻ്റെ പീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇങ്ങനത്തെ ഒരു പീസ് അവിടെ കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ ഞാനിതിൽ വെച്ചതിലൊരു ഓർഡർ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓർഡർ കീപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് LED ആ സൈഡിൽ വരുന്ന തരത്തിൽ വേണ്ട, ഇവിടെ ബ്ലൂ LED ഈ സൈഡിലാണ്. അപ്പോൾ എല്ലാ LEDയും അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വെച്ചാലാണ് നമുക്കിത് ടെസ്റ്റിങ് കറക്റ്റ് ആവുക. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു LED എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാണ്. അതിലുണ്ട്, ഈ സൈഡിലാണ് റെഡ് LED. അപ്പോൾ ഇതൊക്കെ ഇതിനെ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. ഇത് ഇങ്ങനെ കുറച്ച് ചെറിയൊരു അകലത്തിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റിങ് കുറച്ചുകൂടി കംഫർട്ട് ആകാൻ വേണ്ടിയിട്ട് എല്ലാ LEDയും ഫ്ലാഷ് ചെയ്തത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അത് അറിയണമെങ്കിൽ LEDകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് കുറച്ചൊരു അകലത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മളിത് കൊടുക്കുന്നത്. അടുത്തടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാഷിങ് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. കാരണം മിക്ക കമ്പനികളും ഒരു 20-30 സെക്കൻഡ് സമയം മാത്രമേ ഫ്ലാഷിങ് ഉണ്ടാവുള്ളൂ, സിഗ്നൽ വരുള്ളൂ. നമുക്കത് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ കണ്ട, അപ്പോൾ ഇതിവിടെ സെറ്റായി. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കൂടെ അത് സെറ്റ് ചെയ്യണം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് കൂടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയും നമ്മൾ കാലുകൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതാണ് റെഡ്, ഏതാണ് ബ്ലൂ. ഈ സൈഡ് തന്നെയാണ് ഇവിടെ റെഡ് ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ച് വലിയ കാല് വേണം, കുറച്ച് ലെങ്ത് ഉള്ള കാല് വേണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാലെടുത്തിട്ട് അതേപോലെ ഒന്ന് ബെൻഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജോഡിയിലേക്ക് ഇതിനൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ ജോഡിയുടെ ഈ ഒരു പോയിന്റിലേക്ക് തന്നെ, അതായത് ഇവിടെ നമ്മൾ ആദ്യം LED കുറച്ച് സെറ്റാക്കിയല്ലോ, ഈ പോയിന്റിൽ നിന്നാണ് ഇതെടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു കാല് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് തട്ടരുത്. ഇതിലൊരു സ്ലീവൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ എന്താ വെച്ചെങ്കിൽ ചെയ്യാം. ഒരു സ്ലീവൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറെ നല്ലത്. ഞാനിതിന് സ്ലീവ് ഇടാൻ പോവുകയാണ്. എൻ്റെ അടുത്തുള്ളത് കുറച്ച് വണ്ണം കൂടിയ സ്ലീവ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ളൂ. എന്തായാലും അതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇതിനെ കുറച്ച് ചെറിയ വണ്ണം കുറഞ്ഞ സ്ലീവാണ് ഏറ്റവും സ്യൂട്ടാവുക. എന്തായാലും ഈ സ്ലീവിനെ ഇവിടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ LED നേരെ അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ കൂടി സർക്യൂട്ട് നമ്മളിതിവിടെ പണി ഏകദേശം കഴിഞ്ഞു. ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സ്ലീവ് ഇട്ടത് ഇതിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഹീറ്റ് സിങ്കബിളാണ്. ലൈറ്ററൊന്നും ഇവിടെ കാണാനില്ല. തൽക്കാലം നമ്മൾ സോൾഡറിങ് ആൻഡ് വെച്ചിട്ട് അതിനൊന്ന് സ്ട്രിങ് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. അതിന് ലൈറ്റർ അടിക്കുക അല്ലെങ്കിൽ ബ്ലോവർ അടിക്കുക എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതങ്ങോട്ട് ഉരുകി അവിടെ ഒതുങ്ങിക്കോളും. ഇനി ഇപ്പം നമുക്കിവിടെ എന്ത് ചെയ്തു, ഈ എല്ലാ 3 സെറ്റ് LEDകളുടെയും ഓരോ കാലുകൾ തമ്മിൽ നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഓരോ കാലിവിടെ ബാക്കിയുണ്ട്. ഈ കാല് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഈ കാല് ബാക്കിയുണ്ട്, ഈ കാല് ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള കാലുകളിലായിട്ട് നമ്മൾ ഓരോ റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് 22K ഹാഫ് വാട്ട് റെസിസ്റ്റർ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എൻഡിങ്ങിന് ഒരു കൊക്ക പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ജോയിൻ ചെയ്യാത്ത ഇപ്പുറത്ത് കിടക്കുന്ന ഈ കാലുകളിലാണ് ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഈ കാലിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ സോൾഡർ ചെയ്യാണ്.
അങ്ങനെ ഓരോ ഈ ഫ്രീ ആയിട്ടുള്ള കാലുകളിലും, അതായത് 3 പെയർ ഫ്രീ ആയി കിടക്കുന്നുണ്ടാവുമല്ലോ, അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഒരു 22K ഹാഫ് വാട്ടിന്റെ റെസിസ്റ്ററുകൾ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാം. ഒന്നിൽ വെച്ചു. ഇനി അടുത്തത് ഇവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ കാലുകളിലേക്കൊന്നും ഷോർട്ട് ആവാതെ സൂട്ടായിട്ടുള്ള മെത്തേഡിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് സ്ലീവ് ഉണ്ട്. അപ്പോൾ സ്ലീവിലൊന്നും തട്ടിത്തടവില്ലാത്ത തരത്തിൽ ഈ സ്ലീവ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ റെസിസ്റ്റർ ചിലപ്പോൾ അപ്പുറത്ത് പോകുന്ന അടിയിലൂടെ പോകുന്ന കാലിലേക്ക് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ സ്ലീവ് ഇട്ട് കൊടുത്തത്. ഈ സ്ലീവോ ഇൻസുലേഷൻ ടേപ്പോ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അത് വെച്ചിട്ടൊന്ന് അതിനെ ഇൻസുലേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഈ റെസിസ്റ്ററായി. ഇനി അടുത്തത് ഇവിടെ ഒരു റെസിസ്റ്റർ കൂടെ ഈ തലക്കത്തെ പോയിന്റിൽ, ഈ പോയിന്റിൽ ഒരു റെസിസ്റ്റർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UVW ടെസ്റ്റർ ഇവിടെ റെഡിയായി. ഓക്കെ, ഇതവിടെ UVW ടെസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ബാക്കി എന്തുള്ളത്, 3 കാല് റെസിസ്റ്ററുകളുണ്ട്. ഈ 3 കാലുകളാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പോയിന്റ്, ഈ 3 എണ്ണം. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നമുക്ക് പിന്നെ ഇതിനൊരു ഫ്രെയിമിലോ ഒരു പെട്ടിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാലുകൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി വയറുകൾ കൊടുക്കേണ്ടി വരും. അതിനാണ് അഡീഷണൽ വയർ നമുക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിതിൽ വയറൊന്നും കൊടുക്കുന്നില്ല. പകരം ഈ ഒരു 3 കാലുകളിലായിട്ട് ഞാൻ നേരെ ക്രൊക്കഡൈൽ ക്ലിപ്പ് കണക്ട് ചെയ്യാണ്. ക്രൊക്കഡൈൽ ക്ലിപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഡയറക്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇതിലെല്ലാത്തിലും ഓരോ ക്രൊക്കഡൈൽ ക്ലിപ്പുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ടെസ്റ്റിംഗ് പോയിന്റ് ആയി. ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കുക, ഇതിനെ പെട്ടിയിലേക്ക് ആക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻവെർട്ടർ AC വെച്ചിട്ടാണ്. BLDC ഫാനുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. BLDC ഫാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ റെസിസ്റ്ററിന് പകരം ഇവിടെ 1K റെസിസ്റ്റർ ഉപയോഗിക്കുക. 1K ഹാഫ് വാട്ട് 1K ഹാഫ് വാട്ട് ഇട്ടിട്ട് BLDC ഫാനിന്റെ സിഗ്നൽ ചെക്ക് ചെയ്യാം. അതേസമയം നമുക്ക് AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അതൊക്കെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ 22K തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്ക് AC ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ഇൻവെർട്ടർ AC ഉണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ACൻ്റെ ഇതാണ് ഇവിടെ UVW സിഗ്നൽ. ഇത് കംപ്രസറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കംപ്രസർ ഊരിയിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇനി കംപ്രസറോട് കൂടിയിട്ടും ചെക്ക് ചെയ്യാം. ഇതെന്തായാലും വർക്കിംഗ് കണ്ടീഷനുള്ള AC ആണ്. അപ്പോൾ നമുക്ക് കംപ്രസറോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ട മെത്തേഡ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ക്ലിപ്പിൽ ഇവിടെ 3 വയറല്ലേ UVW, ആ 3 വയറിലേക്ക് ഇതിനങ്ങോട്ട് കൊടുക്കുക. ഓരോന്നിലേക്കും ഓരോന്നിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. വേണ്ട, ഇവിടെ ഈ കണക്ടറിലേക്ക് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. കോണ്ടാക്ട് കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ LED കത്തും ചെയ്യൂല. ഇനി നമുക്ക് AC ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പം ഞാൻ AC ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഔട്ട്ഡോർ കംപ്രസർ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ടൈം വരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ടൈം ആയി കഴിഞ്ഞാലാണ് നമുക്കിത് ഫ്ലാഷ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി അത് തന്നെ ഇത് കംപ്രസർ കണക്റ്റഡ് അല്ലെങ്കിൽ ഈ LED ഫ്ലാഷ് ചെയ്യുന്ന ടൈം വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് വെച്ചാൽ ഒരു 20 സെക്കൻഡ് സമയം മാത്രമേ ഫ്ലാഷ് ചെയ്യുള്ളൂ. നമ്മൾ ആ ടൈം വരെ ഇതിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. ആ ഫ്ലാഷ് ആവുന്ന LED ഫ്ലാഷ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ടി വരും. പക്ഷേ ഇത് ഞാനിപ്പോൾ കംപ്രസർ അടക്കം കണക്ട് ചെയ്തത് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ LED ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി കംപ്രസർ ഓൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. കംപ്രസർ ഓൺ ആവുന്ന സമയത്ത് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ കംപ്രസർ ഏകദേശം എടുത്ത് തുടങ്ങുന്നുണ്ട്. ഇവിടെ കണ്ടില്ല LED അവസ്ഥ കണ്ടോ? അതിങ്ങനെ അവിടെ ഫാനൊക്കെ കറങ്ങി തുടങ്ങുകയാണ്. LED ഇപ്പോൾ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഫ്ലാഷിങ് കണ്ടില്ല. ഇപ്പോൾ അത് ഇങ്ങനെ ഫ്ലാഷ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് പകലായതുകൊണ്ട് വെളിച്ചം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ക്യാമറയിൽ അത്ര ക്ലാരിറ്റായിട്ട് കിട്ടാത്തത്. കണ്ടോ, LEDക്ക് ചെറിയൊരു ഫ്ലാഷിങ് ഉണ്ട്. ഇത് ക്യാമറയിലെ ഈ ഒരു ചെറിയൊരു ഫ്ലാഷിംഗ് എങ്കിലും കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആകുമ്പോൾ ഈ ഫ്ലാഷിംഗ് കാണാൻ പറ്റില്ല. അത് കംപ്രസറിന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൽ 6 LED ഇവിടെ കത്തുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ കംപ്രസറിക്കുള്ള സിഗ്നൽ എല്ലാം ഓക്കെ ആണ്. ഇത് ഓരോ മോഡിനനുസരിച്ച് ഇപ്പോൾ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് ഫ്ലാഷ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 25 ഡിഗ്രിയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് AC. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയൊരു സ്പീഡിലാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹൈ സ്പീഡിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും അതേപോലെ ഫ്ലാഷിങ്ങിൻ്റെ ലെവലും ഒക്കെ മാറ്റങ്ങൾ വരും. അതായത് UVW സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്താണോ അതിനനുസരിച്ചായിരിക്കും ഈ LED വർക്കിംഗ് വരും. അപ്പോൾ ഇതിൽ ഒരു സെറ്റ് LED കത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു LED കത്തുന്നില്ല, അങ്ങനെയാണെങ്കിലൊക്കെ ബോർഡ് കംപ്ലൈൻ്റ് ആയിരിക്കും. ബോർഡിൽ നിന്ന് അതിലേക്ക് വേണ്ട സിഗ്നൽ വരാത്തത് കൊണ്ടാണ് ഒരു LED കത്താത്തത്, അല്ലെങ്കിൽ ഒരു സെറ്റ് LED കത്താത്ത പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബോർഡാണോ അല്ലെങ്കിൽ കംപ്രസറിൻ്റെ ഏരിയ ആണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് ഈ UVW ടെസ്റ്റർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
അപ്പം സിമ്പിളല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ഈ ഒരു UVW ടെസ്റ്റൊക്കെ ഒന്ന് അസംബിൾ ചെയ്ത് നോക്കുക. സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഉപകാരപ്രദമാവും. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.